ഇല്ല. യാചിച്ച് കിട്ടുന്നത് അത് സ്നേഹമായാൽ പോലും വേണ്ട എന്ന് കരുതിയിട്ട് സ്വയം ഒന്ന് നടന്നു നോക്കുക. അയാൾക്ക് എന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ അയാളുടെ പുറകെ ഞാൻ പോകുന്നതിനേക്കാളേറെ ഞാൻ മൗനമായിട്ടിരിക്കുന്നതാണ് ആ പുള്ളിക്ക് ഇഷ്ടമെങ്കിൽ മൗനമായിട്ടിരിക്കുക അല്ലേ. നിൻ്റെ സംസാരം അയാൾക്ക് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ നീ സംസാരിക്കാൻ പോവല്ലേ. നീ തനിയെ നടക്കാൻ പഠിക്കൂ. ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ ലെസണാണ്. ഒരാൾ മാത്രമല്ല നിൻ്റെ ജീവിതം. ആ വ്യക്തി പോയി കഴിഞ്ഞാലും നിനക്ക് മുമ്പോട്ട് നടക്കണമെന്ന് പടച്ചവൻ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഏതോ ഒരു നല്ല ലെസണിലോട്ട് നീ കിടക്കുവാണ്, അല്ലെങ്കിൽ പുതിയ എന്തോ മാറ്റങ്ങൾ നിൻ്റെ ജീവിതത്തിലോട്ട് വരാൻ പോവാണ്. ഒരു റൂഹല്ല നിന്നെ ഈ ദുനിയാവിലോട്ട് അയച്ചത്. ഈ റൂഹുകളെ മുഴുവൻ കേന്ദ്രീകരിച്ച് മുകളിൽ ഒരാളുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ പടച്ചവനറിയാം എന്നെ നോക്കാൻ അല്ലേ. ഇന്ന് എന്നെ നോക്കിയത് എൻ്റെ റബ്ബാണ്, നാളെയും എൻ്റെ റബ്ബ് നോക്കുമെന്നുള്ളൊരു ഉറപ്പ് അല്ലേ. അള്ളാൻ്റെ സൃഷ്ടികളിൽ ഒന്നാണ് എന്നെ ഇത്രത്തോളം കേട്ടതും മനസ്സിലാക്കിയതും സ്നേഹിച്ചതുമെങ്കിൽ അള്ളാൻ്റെ സൃഷ്ടികളിൽ ഒന്നാണത് അല്ലേ. ഈ സൃഷ്ടികളെ മുഴുവൻ സൃഷ്ടിച്ചു വെച്ച സൃഷ്ടാവിനപ്പോൾ നമ്മളോട് എന്തോരം കരുണയുണ്ടാവണം അല്ലേ. ഇന്ന് എനിക്ക് എന്തെങ്കിലും മാറ്റം എൻ്റെ റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ നാളെ പുതിയ ലെസൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ ചാപ്റ്ററാണെന്ന് വിചാരിക്കുക. നാളെ എനിക്കെന്തോ പഠിക്കാനുണ്ട്. സോ ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് മാത്രമാണ്, അല്ലാണ്ട് എൻ്റെ ലൈഫിൻ്റെ എൻഡിങ് അല്ല. എൻ്റെ ലൈഫ് എന്ന് പറയുന്ന ആ പാഠപുസ്തകത്തിലെ എൻഡിങ് അല്ല. ആ വ്യക്തി ഒരു ഫുൾ സ്റ്റോപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കോളം, സെമിക്കോളം മാത്രമാണ്. ഇനിയും എന്തോ തുടർന്ന് എഴുതാനുണ്ട്. ആ എഴുത്തിലോട്ട് പടച്ചവൻ എന്നെ തനിയെ നിശ്ചയിക്കുന്നതെങ്കിൽ ആ യാത്രയ്ക്ക് ഞാൻ തനിച്ച് യാത്ര ചെയ്യും. ആ വ്യക്തി ഇല്ലെങ്കിലും എനിക്ക് യാത്ര ചെയ്തേ പറ്റുള്ളൂ. കാരണം പടച്ചവൻ എന്നെ ഈ ദുനിയാവിലെത്തിച്ചത് എന്തോ നിയോഗങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ചെയ്തേ മതിയാവും, ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. നമ്മൾ കാരണം ഇനി മറ്റൊരാൾ ഒറ്റപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ, നമ്മളെ സറൗണ്ടിങ്സിലുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വില തരുന്നവരെ കൂടെ നിർത്തിക്കൊണ്ട് അല്ലേ. പലരും നമ്മുടെ ഇഷ്ടം തേടിപ്പോകുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ കാണില്ല. അപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാളും അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ടാവും. സോ നമ്മുടെ സ്നേഹത്തിനേക്കാളും നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ട്, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക അവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒന്ന് ജീവിച്ചു നോക്കിയാൽ ലൈഫ് കളറാവണോ ഉറപ്പാ. ഇതെൻ്റെ വാക്കാ. അപ്പോൾ ശരി, ഞാൻ നിങ്ങളുടെ മുഫി. നിങ്ങൾക്ക് എൻ്റെ ചിന്തകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ മെസ്സേജുകൾ കേൾക്കും അല്ല, ഞാൻ വരുന്ന ഈ മെസ്സേജുകളൊക്കെ ഒന്ന് കണ്ടിട്ട് അതിനൊരു അഭിപ്രായം പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.